SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. ഇടതുമുന്നണിയുടെ മുഖം വെള്ളാപ്പള്ളി അല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ചതിയൻ ചന്തുവെന്നും പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ 10 വർഷം കൂടെ നിന്നിട്ട് CPI മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കേണ്ടി വരും. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. ഒന്നിച്ച് ഇതുവരെ 10 കൊല്ലം സൂക്ഷിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവൊന്നും മാന്യമല്ല, മര്യാദയല്ല. LDF ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF. ഈ പറഞ്ഞ ആളുടെ നാട്ടിൽ നിന്ന് ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീർച്ചയായില്ല, ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. റിനു ശ്രീധർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള ചോദ്യം അത് CPIക്ക് നേരെയാണ് ചോദിക്കുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ അതിനുശേഷമുണ്ടാകുന്ന ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കാണുമ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണോ ആ ഒരു അമ്പ് എന്ന് തോന്നും. തീർച്ചയായും, കാരണം CPI ആണ് രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വെള്ളാപ്പള്ളി നടേശനുമായി വാഹനത്തിൽ വന്നിറങ്ങിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയം ഉണ്ടാക്കുവാൻ ഇടയാക്കി എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. കാരണം താൻ ഒരു ഉന്നത കുലജാതനല്ല, മുഖ്യമന്ത്രി ഒരു ഉന്നത കുലജാതന്റെ കൂടെയാണ് വന്നിറങ്ങിയെങ്കിൽ മാധ്യമങ്ങളടക്കം വിമർശിക്കില്ലായിരുന്നു എന്നുള്ള ഒരു സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒപ്പം ഈ ചതിയൻ ചന്തുമാരാണ് 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നത് എന്നുള്ളതാണ് CPI പരോക്ഷമായി തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ വിമർശിച്ചത് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പുറത്ത് പറഞ്ഞല്ല ഇങ്ങനെ വിമർശിക്കേണ്ടത് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി ബിനോയ് വിശ്വത്തെയും ഒപ്പം CPIയെയും കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമതും പിണറായി തന്നെ അധികാരത്തിൽ എത്തുമെന്നുള്ളതാണ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തുന്നത്. ഇനിയും അത് പറയാൻ തയ്യാറാണ്, തനിക്ക് യാതൊരുവിധ മടിയും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം മാധ്യമങ്ങൾ ഈ മലപ്പുറം പ്രസ്താവനയിൽ ഒരു ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ അദ്ദേഹം പ്രകോപിതനാവുകയാണ് ചെയ്തത്. പ്രകോപിതനായി മാധ്യമങ്ങളുടെ മൈക്കടക്കം തള്ളിമാറ്റി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും CPIയെയും അതുപോലെ തന്നെ ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനെയും ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുന്ന നിലപാടാണ് SNDP ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിനു, ഇതിലിപ്പോൾ വെള്ളാപ്പള്ളിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള ഈ പൊരിഞ്ഞ പോര്, അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ അന്ന് വാഹനത്തിൽ കയറ്റിയത് പ്രശ്നമായി, അത് തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞില്ല അദ്ദേഹം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ CPI വിമർശിക്കുക എന്ന് പറഞ്ഞാൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. പക്ഷേ CPIM അത് അങ്ങനെയല്ല ചെയ്യുന്നത്. അത് പാർട്ടിക്ക് ഒരു തലവേദനയാകില്ലേ ഈ CPIയുടെ ഈ ഒരു നിലപാട്? തീർച്ചയായും, കാരണം ഇന്നും വെള്ളാപ്പള്ളിയുമായി വേദി പങ്കിടുന്ന ഒരു കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. CPM-നകത്ത് തന്നെ ഇത് ചില രീതിയിൽ ഒരു വിമർശനത്തിന് ഇടയാവുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ തള്ളുന്നില്ല, വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെയും തിരിച്ചു തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചേർത്ത് പിടിക്കുന്ന സ്വരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായത്. അതാണ് മൂന്നാമതും പിണറായി തന്നെ അധികാരത്തിൽ എത്തും എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ CPIക്കകത്തോ CPM-നകത്തോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതിൽ വിമർശനമുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ സംസ്ഥാന സമിതിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ തന്നെ ഉയർന്നു വന്നതുമാണ്. ആ സാഹചര്യത്തിൽ ഇദ്ദേഹം പറയുന്നത് അത്തരം എന്തെങ്കിലും ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ ഉണ്ടെങ്കിൽ അത് കമ്മിറ്റിക്ക് അകത്താണ് പറയേണ്ടത്, അല്ലാതെ പുറത്തു വന്ന് വിമർശിക്കുന്നത് ശരിയല്ല. 10 വർഷത്തോളം CPM-നൊപ്പം നിന്ന് അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണ സംവിധാനത്തിനൊപ്പം നിന്നുകൊണ്ട് CPI എല്ലാം നേടി. അതെല്ലാം നേടിയതിനു ശേഷമാണ് ഇപ്പോൾ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ചതിയൻ ചന്തുമാരാണ് CPIക്കാർ എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ശ്രീധറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.